മകളുടെ വിവാഹത്തിന് ഒരുക്കങ്ങളെല്ലാം തുടങ്ങി. ഞാനും ഒരുക്കത്തിൻ്റെ പിന്നാലെയാണ് എന്ന് അമ്മ എല്ലാവരെയും അറിയിച്ചു. മകളുടെ വിവാഹത്തിൻ്റെ തിരക്കിലായിരുന്നു ആ അമ്മ. എന്നാൽ ആ ഓട്ടപ്പാച്ചിലിൽ അവസാനം നടന്നത് അമ്മയുടെ മരണവാർത്തയും കേട്ടത് ആ ബന്ധുക്കളുടെ എല്ലാവരുടെയും കരച്ചിലുമായിരുന്നു. സംഭവം നടക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ പാലക്കാട് ദേശീയപാതയിൽ കണ്ണാടി വടക്കുമുറിയിൽ നടന്ന അപകടത്തിൽ വടക്കുമുറി സ്വദേശി വി ശാന്തയാണ് മരിച്ചത്. നാട്ടുകാർക്കൊക്കെ ശാന്ത കനകയാണ്. കനകം എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ശാന്ത എന്ന് പറഞ്ഞാൽ അവിടെ ആർക്കും അറിയില്ല, പകരം കനക എന്ന് പറയണം. നാട്ടുകാർക്കൊക്കെ പ്രിയങ്കരിയായിരുന്നു. എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റിയ ഒരു സാധു, അങ്ങനെ വേണം പറയാൻ. എപ്പോഴും ചിരിച്ച മുഖത്തോട് മാത്രം കാണപ്പെടുന്നവൾ. മകളുടെ വിവാഹത്തോടനുബന്ധിച്ചുള്ള തിരക്കിലായിരുന്നു ശാന്ത. ശരിക്കും പറഞ്ഞാൽ അത്രയും അധികം ആഗ്രഹത്തോടെയാണ് മകളുടെ വിവാഹ ദിവസം വരെ ശാന്ത എത്തിയത്. അതുകൊണ്ട് തന്നെ വിവാഹ ദിവസത്തിനെ പറ്റി ഒരുപാട് സ്വപ്നങ്ങളും ശാന്തയുടെ പക്കൽ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദേശീയപാത മുറിച്ചു കടന്ന് റോഡിന് വശം ചേർന്ന് നടക്കുമ്പോൾ കാറിടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. തൃശ്ശൂർ പാലക്കാട് ദേശീയപാതയിൽ കണ്ണാടി വടക്കുമുറിയിലാണ് അപകടം നടന്നത്. ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടിച്ച കാറും ഓടിച്ച കരിങ്കരപ്പള്ളി സ്വദേശി പ്രശാന്തിനെയും ടൗൺ സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാറടിച്ച് തെറിപ്പിക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ തെറിപ്പിച്ചപ്പോൾ പോലും ആ വാർത്ത പുറത്തു വന്നപ്പോഴും പരിക്കുകളോടെ അമ്മ തിരികെ വരും എന്നാണ് നവവധു വിചാരിച്ചിരുന്നത്. എന്നാൽ ഒരിക്കലും അവളുടെ അമ്മയെ പിന്നീട് അവൾക്ക് കാണാൻ സാധിക്കില്ല എന്നൊരു ദുഃഖം മനസ്സിലെപ്പോഴും പേറി നടക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും ആ മകൾ കരുതിയിരുന്നില്ല. അവളുടെ വിവാഹത്തിന് വേണ്ടി ചേർത്ത് വെച്ചതെല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങിയ അമ്മയാണ്. എന്നാൽ ആ അമ്മയ്ക്ക് ഇങ്ങനൊരു ദാരുണ അന്ത്യം ഉണ്ടാകുമ്പോൾ അതെല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒന്നായി തന്നെ മാറുന്നു. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കോവിഡ് കാലത്ത് ശാന്തയുടെ ഭർത്താവ് മരിച്ചിരുന്നു. ലൈഫ് ഭവന പദ്ധതിയിൽ പണിത വീട്ടിൽ 3 പെൺമക്കളുമായി താമസിച്ചു വരികയായിരുന്നു. തൊഴിലുറപ്പ് പണിയിൽ നിന്നും വരുമാനം കൊണ്ടാണിവർ ജീവിക്കുന്നത്. ബന്ധുക്കളുടെ കൂടി സഹായത്തോടെയാണ് 2 മക്കളെ വിവാഹം കഴിപ്പിച്ചത്. ഇളയ മകളുടെ വിവാഹ നിശ്ചയമാണ് നടത്താനിരുന്നത്. വിവാഹം വടക്കുമുറിയിൽ തന്നെയുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് ഇളയ മകൾ. ഭർത്താവ് പരേതനായ മുരളി. മക്കളുടെ പേര് നീതു, തുളസി, നിത്യ. ഇളയ മകളാണ് ഇപ്പോൾ വിവാഹിതയാകാനിരുന്നത്. അവളുടെ വീട്ടിലെ ഏറ്റവും വലിയ തണലായിരുന്നു. ചേച്ചിമാരുടെ വിവാഹം കഴിഞ്ഞ് പോയതിനു ശേഷം അവളും അമ്മയും മാത്രമായിരുന്നു വീട്ടിൽ. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖവും സന്തോഷവും എല്ലാം ഒരുമിച്ച് തന്നെയായിരുന്നു. ഇപ്പോൾ ആ ഇളയ മകളാണ് ഒറ്റയ്ക്കായത്. അവളെ സംബന്ധിച്ച് ഇത് തീർത്താ തീരാത്ത ദുഃഖമായി മാറുകയാണ്. എല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് തന്നെ ഇങ്ങനെ പ്രതികരിക്കുകയും ചെയ്യുന്നു.